നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ യുവാക്കൾ കാത്തിരുന്ന ഒരു വലിയ എയർപോർട്ട് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. AICLAS എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ കീഴിലുള്ള പുതിയ നിയമന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. +2 പാസ്സായവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഇപ്പോൾ വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ അവസാനം വരെ മുഴുവനായിട്ട് കാണണം. കാരണം ഈ വീഡിയോയിൽ ഏത് പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്, എത്ര ശമ്പളം ലഭിക്കും, ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രായപരിധി, അപേക്ഷ ഫീസ് എങ്ങനെ അപേക്ഷിക്കാം, ഇന്റർവ്യൂ ഉണ്ടോ, സെലക്ഷൻ എങ്ങനെയാകും എന്നിവ മുഴുവനായി വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന ഒഴിവുകൾ കാണാം. അസിസ്റ്റന്റ് സെക്യൂരിറ്റി, അതുപോലെ സെക്യൂരിറ്റി സ്ക്രീനർ എന്നിവയാണ് രാജ്യത്തെ വിവിധ എയർപോർട്ടുകളായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം അസിസ്റ്റന്റ് സെക്യൂരിറ്റി പോസ്റ്റിനെ കുറിച്ച് നോക്കാം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായി വേണ്ട പ്രധാന യോഗ്യത +2 പാസ് ആണ്. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പലർക്കും സർക്കാർ മേഖലയിൽ ജോലി ലഭിക്കാൻ ഡിഗ്രി വേണമെന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഇവിടെ +2 യോഗ്യതയുള്ളവർക്കും അവസരം ലഭിക്കുന്നതാണ് വലിയ പ്രത്യേകത. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ജോബിന്റെ റോള് നോക്കാം. ഈ ജോലിയിൽ പ്രധാനമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കാർഗോ മേഖലയിലെ സുരക്ഷാ പരിശോധന, പ്രവേശന നിയന്ത്രണം, ഡോക്യുമെന്റ് പരിശോധന, സുരക്ഷാ നിരീക്ഷണം, സ്കാനിംഗ് സഹായം ഇതുപോലുള്ള ജോലികളായിരിക്കും. ഇനി സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിനെ കുറിച്ച് നോക്കാം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വേണം. സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിന് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. സെക്യൂരിറ്റി സ്ക്രീനർ ജോബ് റോൾ കാണാം. ഈ പോസ്റ്റിൽ എക്സ്റേ സ്ക്രീനിംഗ്, കാർഗോ പരിശോധന, സെക്യൂരിറ്റി മോണിറ്ററിംഗ്, സസ്പീഷ്യസ് ഐറ്റം ചെക്കിംഗ്, റിപ്പോർട്ട് തയ്യാറാക്കൽ ഇതുപോലുള്ള ജോലികളായിരിക്കും ചെയ്യേണ്ടത്. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രായപരിധി. മാക്സിമം ഏജ് സാധാരണ 27 വയസ്സ് വരെയാണ് നൽകിയിരിക്കുന്നത്. SC/ST OBC വിഭാഗക്കാർക്ക് സർക്കാർ നിയമപ്രകാരം ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇനി സാലറി ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സാലറി എത്ര ലഭിക്കും. അസിസ്റ്റന്റ് സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് ആദ്യ വർഷം ഏകദേശം 21,500 രൂപ വരെ ശമ്പളം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിൽ ഇതിലും കൂടുതൽ ശമ്പളം ലഭിക്കാനിടയുണ്ട്. ഇനി ജോലി ലഭിക്കാവുന്ന സ്ഥലങ്ങൾ കാണാം. രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിലായിരിക്കും നിയമനം. ഉദാഹരണത്തിന് കോഴിക്കോട്, ഗോവ, കൊൽക്കത്ത, പാറ്റ്ന, തൃച്ചി, ഉദയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളക്കാർക്ക് പ്രത്യേകിച്ച് എയർപോർട്ട് ജോലികളിൽ വലിയ താല്പര്യമുള്ളതിനാൽ ഈ റിക്രൂട്ട്മെന്റിന് വലിയ മത്സരം ഉണ്ടാകാനിടയുണ്ട്. ഇനി ആപ്ലിക്കേഷൻ മോഡ് കാണാം. അപേക്ഷ ഓൺലൈൻ വഴി നൽകേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, +2 ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇവയാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ജനറൽ OBC വിഭാഗക്കാർക്ക് ഫീസ് ഉണ്ടാകാം. SC/ST EWS വിഭാഗക്കാർക്ക് ഇളവ് ലഭിക്കാനിടയുണ്ട്. അപേക്ഷ നൽകുന്നതിന് മുമ്പ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും പരിശോധിക്കാം. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സെലക്ഷൻ എങ്ങനെയായിരിക്കും. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഷോർട്ട് ലിസ്റ്റിംഗ്, ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് നല്ലതാണ്. ഈ ജോലിയുടെ പ്രധാന ഗുണങ്ങൾ: എയർപോർട്ട് എക്സ്പീരിയൻസ്, ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത്, നല്ല സാലറി, കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ എക്സ്പീരിയൻസ് ലഭിക്കും, ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇനിയും ഇത്തരം ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.